ഹലോ, എരുന്ത് എങ്ങനെ താളിക്കാന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാട്ടോ. തോടുള്ള എരുന്ത്, കക്കയിറച്ചി എന്നൊക്കെ പറയും. സാധാരണ തോടുള്ള എരുന്ത് തേങ്ങ അരച്ച് കറി വെക്കാറുണ്ട്, പിന്നെ അതിന് ഇറച്ചി എടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങള് കോഴിക്കോട് ആകുമ്പം എരുന്ത് എപ്പോഴും താളിക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു മലബാർ സൈഡിൽ എല്ലാവർക്കും അറിയുന്നതാന്ന്. ഇന്ന് ഉണ്ടാക്കുമ്പോഴായിരുന്നു സുരഭി ചേച്ചിക്ക് നിക്കാലിനും ഇവർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ലാന്ന്. അപ്പൊ ആദ്യം ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് കറിവേപ്പില ഇടുക. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുള്ള എരുന്തില്ലേ, അത് നമ്മൾ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകുന്ന സമയത്ത് നന്നായിട്ട് കഴുകണം കേട്ടോ. എന്താ വെച്ചാൽ അതിൽ ആ പൂഴി ഉണ്ടാവും. അപ്പൊ നമ്മൾ 3-4 പ്രാവശ്യം നല്ല വൃത്തിയിൽ കഴുകണം. എന്നിട്ട് പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. നമ്മൾ മുരിങ്ങയില താളിപ്പ് ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ. ഇപ്പൊ കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം വെക്കാൻ, ഇപ്പൊ വെള്ളം വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എരുന്തിന്ന് തന്നെ വെള്ളം വരും. പക്ഷെ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, കുറച്ചിങ്ങനെ കുറുകി നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, എരുന്തിൽ തന്നെ കുറച്ചൊരു ഉപ്പ് ഉണ്ടാവും. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക. ഇത് പാത്രം ഇച്ചിരി വലുതായി പോയി, അതാണ്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അത് അടച്ചു വെക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും അത് വെന്ത് വരും. വെന്ത് വരുന്നത് എങ്ങനെ അറിയാന്ന് വെച്ചാല്, ആ അടഞ്ഞിരിക്കുന്ന എരുന്തെല്ലാം തുറക്കും, അതിന്റെ വാ മൊത്തത്തിൽ തുറക്കും. അപ്പൊ നമുക്കത് കുക്കായി എന്ന് മനസ്സിലാവും. അതാ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. നമ്മൾ കഞ്ഞിക്കായിട്ട് ഉണ്ടാക്കിയിരുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ വെള്ളം എടുത്ത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാല് ഓഹ്, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഏട്ടാ എന്തുന്നാ തുടങ്ങിയില്ല.